നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓഫീസിലെ നിങ്ങളുടെ ജോലി പോകുമോ എന്നോ അല്ലെങ്കിൽ അടുത്തയാഴ്ച നടക്കാൻ പോകുന്ന ഒരു മീറ്റിംഗിൽ എന്ത് സംഭവിക്കുമെന്നോ ഒക്കെ ഓർത്ത് വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കുകയാണെന്ന് കരുതുക. ആ സമയം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അളക്കാൻ കഴിയുന്നത്ര വലിയൊരു ശാരീരിക ഊർജം അക്ഷരാർത്ഥത്തിൽ ചോർന്നു പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതെ, അതായത് നിങ്ങൾ ഒരിടത്ത് വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ നിങ്ങളുടെ ബാറ്ററി വലിയ തോതിൽ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തിരുമതി അമുത രാമാനുജം നടത്തിയ തർച്ചോദനൈ അഥവാ ആത്മപരിശോധന എന്ന പ്രഭാഷണമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ശരിയാണ്, ഇതൊരു സാധാരണ ആത്മീയ ഉപദേശം മാത്രമല്ല കേട്ടോ. അല്ലേ നമ്മുടെ തലച്ചോറിലെ സങ്കീർണമായ ചിന്തകളെ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും അമിതമായ ആഗ്രഹങ്ങളും കോപവും ഉത്കണ്ഠയും ഒക്കെ നമ്മുടെ ഉള്ളിലെ ജീവോർജത്തെ, അതായത് ജീവകാന്തത്തെ എങ്ങനെ ഇല്ലാതാക്കുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശാസ്ത്രീയ സമീപനം കൂടിയാണിത്. ശരി, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണല്ലോ ഈ ആത്മപരിശോധന എന്നത്. അതെ തീർച്ചയായും. എന്നാൽ ഒരു തിരക്കുള്ള ചൊവ്വാഴ്ച രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിനിടയിൽ ഇതൊക്കെ എങ്ങനെ പ്രായോഗികമാക്കും എന്നതാണ് എന്റെ പ്രധാന സംശയം. ഈ തിരക്കു പിടിച്ച ജീവിതത്തിൽ ഇതെങ്ങനെ സാധ്യമാകും എന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് നന്നായിരിക്കും. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ സ്ഫോടനം നടക്കുന്ന കാലത്താണല്ലോ. അതെ, എപ്പോഴും മൊബൈലിലും മറ്റുമായി ഒരുപാട് ഇൻഫർമേഷൻ നമ്മളിലേക്ക് വരുന്നുണ്ട്. കൃത്യം. അമുത രാമാനുജത്തിന്റെ ഈ പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്താണെന്ന് വെച്ചാൽ ആത്മപരിശോധന തുടങ്ങേണ്ടത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ് എന്നതാണ്. അതായത് എണ്ണം അല്ലെങ്കിൽ ചിന്തകൾ. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഓരോ ചിന്തയും ഒടുവിൽ ഒരു പ്രവൃത്തിയിലേക്ക്, അതായത് കർമ്മ അല്ലെങ്കിൽ വിളവിലേക്ക് നയിക്കുന്നു. അപ്പോ ചിന്തകളാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം അല്ലേ? അതെ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും ആയിരക്കണക്കിന് ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതല്ല എന്നതാണ് സത്യം. ചുറ്റുപാടുകളിൽ നിന്ന് നമ്മളിലേക്ക് തള്ളപ്പെടുന്നവയാണ് മിക്കതും. തീർച്ചയായും. ഈ ചിന്തകളെ നമ്മൾ കൃത്യമായി അരിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാത്ത പക്ഷം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ചിന്തകൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഈ അരിച്ചെടുക്കൽ പ്രക്രിയ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഇമെയിൽ ഇൻബോക്സ് ആണ്. അനാവശ്യമായ സ്പാം മെയിലുകൾ നിരന്തരം വന്ന് നിറയുമ്പോൾ നമ്മൾ അതിനൊരു ഫിൽറ്റർ വെക്കാറുണ്ടല്ലോ. നല്ലൊരു ഉദാഹരണമാണത് അല്ലേ? നമ്മുടെ മനസ്സിലെ ചിന്തകളെയും ഒരു ഇമെയിൽ ഇൻബോക്സ് പോലെ കാണാൻ നമുക്ക് കഴിയണം. സ്പാം മെയിലുകൾ, അതായത് യാതൊരു ഉപകാരവും ഇല്ലാത്ത അനാവശ്യ ചിന്തകൾ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പ്രൊഡക്റ്റീവായ ചിന്തകളെ മാത്രം സൂക്ഷിക്കുക. അതെ, ഈ ഇൻബോക്സ് ഫിൽറ്ററിംഗ് വളരെ കൃത്യമായ ഒരു ആശയമാണ്. പക്ഷേ ഈ ചിന്തകളെ ഫിൽട്ടർ ചെയ്യുന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രഭാഷണത്തിൽ ആഗ്രഹങ്ങളെ കുറിച്ച്, അതായത് ആശയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ഒരാൾക്ക് മുഖ്യമന്ത്രി ആകണമെന്ന ആഗ്രഹം ഉണ്ടാകാം, പക്ഷെ ആ ആഗ്രഹം പ്രായോഗികമാണോ എന്ന് സ്വയം വിലയിരുത്തണമെന്നാണ് അവിടെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നത് എന്തിനോ വിലക്കുന്നത് പോലെ തോന്നുന്നില്ലേ? വലിയൊരു പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നതോ അതിനുവേണ്ടി സ്വപ്നം കാണുന്നതോ എങ്ങനെയാണ് ഒരു സ്പാം ചിന്തയാകുന്നത്? അല്ല, അവിടെ സ്വപ്നം കാണരുത് എന്നല്ല അർത്ഥമാക്കുന്നത്. വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യ സഹജമാണ്. അത് പുരോഗതിക്ക് അത്യാവശ്യവുമാണ്. എന്നാൽ ഒരു ആഗ്രഹത്തെ അന്ധമായി പിന്തുടരുന്നതിന് മുമ്പ് അതിനു പിന്നിലെ യാഥാർത്ഥ്യത്തെയും അനന്തരഫലങ്ങളെയും കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം എന്നാണ് ആ ആശയം വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി ആവുക എന്നത് തീർച്ചയായും ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്. അതെ, വളരെ വലിയൊരു ലക്ഷ്യമാണ്. എന്നാൽ അതിനുവേണ്ട അർപ്പണബോധമോ രാഷ്ട്രീയത്തിലുള്ള അടിത്തറയോ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനമോ ഇതൊന്നുമില്ലാതെ കേവലം ഒരു താല്പര്യത്തിന്റെ പുറത്ത് മാത്രം ഒരാൾ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചാൽ എന്താണ് സംഭവിക്കുക? അത് വെറുതെ ഒരു പകൽക്കിനാവ് മാത്രമായി അവസാനിക്കില്ലേ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ആ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അത് വലിയൊരു നിരാശയിലേക്ക് അയാളെ തള്ളിയിടുകയും ചെയ്യും. ഓരോ പ്രവൃത്തിക്കും ഒരു ഫലമുണ്ട്. നമ്മുടെ ആഗ്രഹം നമ്മുടെ ഇപ്പോഴത്തെ കഴിവിനോടും നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന സമയത്തിനോടും പൊരുത്തപ്പെടുന്നതാണോ എന്ന് നമ്മൾ വിലയിരുത്തണം. അവിടെയാണ് ഈ ഇൻബോക്സ് ഫിൽറ്ററിംഗ് പ്രായോഗികമാകുന്നതല്ലേ? അതെ. കഴിവിനും സാഹചര്യത്തിനും അതീതമായ ആഗ്രഹങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ അത് നമ്മുടെ മാനസിക സമാധാനത്തെ ഇല്ലാതാക്കുന്നു.
അപ്പൊ നമ്മുടെ ലക്ഷ്യങ്ങൾ വെക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി യാഥാർത്ഥ്യബോധമുള്ളതായിരിക്കണം. എന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്നും ഞാൻ എത്രത്തോളം പ്രയത്നിക്കാൻ തയ്യാറാണെന്നും എനിക്ക് കൃത്യമായ ബോധ്യം വേണം. തീർച്ചയായും. ഇതിനെ ഒരു റിയാലിറ്റി ചെക്ക് എന്ന് നമുക്ക് വിളിക്കാം. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും സങ്കീർണമാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ എത്രയൊക്കെ ഫിൽട്ടർ ചെയ്താലും ചില ആഗ്രഹങ്ങൾ നടക്കാതെ വരും, നമ്മുടെ പ്രതീക്ഷകൾ തകരും. അത് മനുഷ്യ സഹജമാണ്. അതെ. അപ്പൊ ആ സമയത്താണ് മനുഷ്യനിൽ അടുത്ത വികാരം ജനിക്കുന്നത്, കോപം അഥവാ സിനം. ഈ കോപത്തെക്കുറിച്ച് പ്രഭാഷണത്തിൽ പറയുന്ന ആനയുടെ ഉപമ വളരെ രസകരമായി എനിക്ക് തോന്നി. ശരിയാണ്, ആ ഉപമ വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അതായത് ആനയ്ക്ക് കോപം വന്നാൽ അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ ആന അത് മറന്നു പോകുന്നു. എന്നാൽ മനുഷ്യൻ ആ കോപത്തെ വർഷങ്ങളോളം മനസ്സിൽ കൊണ്ട് നടക്കുന്നു. പഴയ കാലങ്ങളിൽ ഈ കോപത്തെ ചൂടുള്ള ഒരു കനൽ കയ്യിൽ പിടിക്കുന്നതിനോടൊക്കെ ഉപമിക്കാറുണ്ടായിരുന്നു, അല്ലേ? അതെ, ബുദ്ധമതത്തിലൊക്കെ അങ്ങനെ ഒരു ഉപമയുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് എനിക്കിത് തോന്നുന്നത് നമ്മുടെ ലാപ്ടോപ്പിലെ പ്രോസസർ ഓവർക്ലോക്ക് ചെയ്യുന്നത് പോലെയാണ്. ഓവർ ക്ലോക്കിംഗ് അതൊരു പുതിയ ചിന്തയാണല്ലോ. അതെ, അതായത് സിസ്റ്റത്തിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ കൂളിംഗ് ഫാൻ ഓഫ് ചെയ്ത് പ്രോസസറിനെ അമിതമായി പ്രവർത്തിപ്പിക്കുന്നു. അവസാനം എന്ത് സംഭവിക്കും? ആ ചൂട് കാരണം മദർ ബോർഡ് തന്നെ ഉരുകി പോകും. അതുപോലെ സ്വന്തം സിസ്റ്റം തകർക്കുന്ന പരിപാടിയല്ലേ കോപം. പ്രോസസർ ഓവർക്ലോക്കിംഗ് ഉപമ വളരെ കൃത്യമാണ് കേട്ടോ. കാരണം കോപം എന്നത് കേവലം ഒരു മാനസികാവസ്ഥ മാത്രമല്ല, അതൊരു ഫിസിയോളജിക്കൽ റിയാക്ഷൻ കൂടിയാണ്. ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ? തീർച്ചയായും. നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോളിന്റെയും അഡ്രിനാലിന്റെയും അളവ് കുതിച്ചുയരുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു. ശരിക്കും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഓവർഹീറ്റ് ആകുന്നത് പോലെ തന്നെ. മൃഗങ്ങൾക്ക് കോപം എന്നത് ജീവൻ നിലനിർത്താനുള്ള ഒരു അതിജീവന തന്ത്രമാണ്, ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പ്രതികരണം. അതവർക്ക് അത്യാവശ്യമാണ്. എന്നാൽ മനുഷ്യന് വിവേകമുണ്ട്. ആന തന്റെ കോപം ആ നിമിഷത്തിൽ തന്നെ അവസാനിപ്പിക്കുമ്പോൾ മനുഷ്യൻ തന്റെ അസാധാരണമായ ഓർമ്മശക്തി ഉപയോഗിച്ച് പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് ഈ ഓവർക്ലോക്കിംഗ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് ശരിയാ, നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യാറ്. ഒരാൾ 10 വർഷം മുൻപ് പറഞ്ഞ ഒരു മോശം വാക്കോർത്ത് നമ്മൾ ഇന്നും ദേഷ്യപ്പെടാറില്ലേ? ഇത് നമ്മുടെ ഉള്ളിലെ സന്തുലിതാവസ്ഥയെ, ആ മദർ ബോർഡിനെ പൂർണ്ണമായും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്, എനിക്കിവിടെ ചെറിയൊരു വിയോജിപ്പുണ്ട്. എന്താണ് അത്? കോപം നമ്മളെ നശിപ്പിക്കും എന്നത് ശരിയാണ്. എന്നാൽ എനിക്ക് ചുറ്റും വലിയൊരു അനീതി നടക്കുമ്പോൾ, ഉദാഹരണത്തിന് എന്റെ കൺമുന്നിൽ ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ എനിക്കവിടെ ദേഷ്യം വന്നില്ലെങ്കിൽ ഞാൻ വെറും ഒരു നിഷ്ക്രിയനായ മനുഷ്യനാകില്ലേ? എനിക്കുള്ളിലെ ആ കോപമല്ലേ എന്നെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കോപമില്ലാതെ എങ്ങനെയാണ് ഞാൻ അനീതിക്കെതിരെ പോരാടുക? അവിടെ ആ ഓവർക്ലോക്കിംഗ് ആവശ്യമല്ലേ? അല്ല, അവിടെയാണ് നമ്മൾ പ്രതികരണവും കോപവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അനീതിക്കെതിരെ പ്രതികരിക്കണം എന്നത് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വലിയൊരു തീപിടുത്തം അണയ്ക്കാൻ പോകുന്നത് തീയോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണോ? ഓ അല്ല, അയാൾക്ക് കൃത്യമായ പരിശീലനമുണ്ട്. അതെ, അയാൾക്ക് കൃത്യമായ തന്ത്രമുണ്ട്. ദേഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, അതായത് യുക്തിസഹമായി ചിന്തിക്കാൻ സഹായിക്കുന്ന ഭാഗം, അതിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. പകരം വൈകാരിക തീരുമാനങ്ങൾ എടുക്കുന്ന അമിഗ്ഡല നിയന്ത്രണം ഏറ്റെടുക്കുന്നു. അപ്പോ നമ്മൾ വിവേകമില്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങും. കൃത്യം. കോപത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും വിനാശകരമായിരിക്കുമെന്ന് അമുത രാമാനുജം ചൂണ്ടിക്കാണിക്കുന്നത് ഇതുകൊണ്ടാണ്. അനീതി കണ്ടാൽ പ്രതികരിക്കാനുള്ള ഊർജം നമുക്ക് വേണം. എന്നാൽ ആ ഊർജം കോപം എന്ന അന്ധമായ തീയായി മാറരുത്. യുക്തിസഹമായ പ്രതികരണമാണ് വേണ്ടതല്ലേ? അതെ. കോപം നിങ്ങളുടെ ലക്ഷ്യത്തെ സഹായിക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം സിസ്റ്റത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. അതായത് പ്രതികരിക്കാൻ കോപം എന്ന ഇന്ധനത്തിന്റെ ആവശ്യമില്ല, യുക്തിയും ബോധ്യവും മതിയാകും. ഇത് വളരെ നല്ലൊരു പോയിന്റാണ്. പക്ഷേ ഒരു നിമിഷത്തെ പ്രകോപനത്തിൽ ഈ യുക്തി എങ്ങനെ നിലനിർത്തും എന്നതാണ് വലിയ വെല്ലുവിളി എന്ന് തോന്നുന്നു. അതെ, അത് നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ സാധിക്കൂ. ശരി, അപ്പൊ കോപം എന്നത് പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്ന ഒരു വികാരമാണ് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഇതിനേക്കാൾ വളരെ നിശബ്ദമായി, എന്നാൽ അത്ര തന്നെ ഭീകരമായി മനുഷ്യനെ കാർന്നു തിന്നുന്ന മറ്റൊരു വികാരത്തെക്കുറിച്ചും ഈ വിശകലനത്തിൽ കടന്നു വരുന്നുണ്ട്. ഉത്കണ്ഠ അഥവാ കവല. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. കോപം ഒരു സ്ഫോടനമാണെങ്കിൽ ഉത്കണ്ഠ എന്നതൊരു ഗ്യാസ് ലീക്ക് പോലെയാണെന്ന് പറയാം. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന ഒന്ന്. ഇതിനെ കൽപ്പന വല, അതായത് സാങ്കല്പിക വല എന്നാണ് ഇതിൽ വിശേഷിപ്പിക്കുന്നത്.
യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു തരം പേടി. നിങ്ങൾ ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് രാവിലെ നിങ്ങൾ ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയ സമയം, ആ യാത്രയിൽ എത്ര തവണ നിങ്ങളുടെ മനസ്സിൽ ഒരു സാങ്കല്പിക പ്രശ്നം നിങ്ങൾ സൃഷ്ടിച്ചു? ഒട്ടുമിക്ക ആളുകളും അങ്ങനെ ചെയ്യുന്നവരാണ്. അതെ ബോസ്, ഇന്നലെ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഇനിയും നടന്നിട്ടില്ലാത്ത ഒരു സംഭാഷണം മനസ്സിലിട്ട് നിങ്ങൾ എത്ര തവണ റിഹേഴ്സൽ ചെയ്തു? നിങ്ങൾ തന്നെ ഒരു വല നെയ്യുകയും അതിൽ കുരുങ്ങിക്കിടക്കുകയും ചെയ്യുകയല്ലേ? അതെ അതെ, അതൊരു ചിലന്തി വല പോലെ തന്നെയാണ്. ഉത്കണ്ഠയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ അതെപ്പോഴും ഒന്നുകിൽ കഴിഞ്ഞുപോയ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയിലോ ആയിരിക്കും ജീവിക്കുന്നത്. വർത്തമാനകാലത്തിൽ അതിന് റോളില്ലേ? ഇല്ല. ഇന്നത്തെ നിമിഷത്തിൽ, അതായത് ഈ വർത്തമാനകാലത്തിൽ ഉത്കണ്ഠയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. നമ്മൾ നേരത്തെ സംസാരിച്ച ആ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അവസ്ഥ ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഒരു സിംഹം മുന്നിൽ വരുമ്പോഴാണ് ശരീരം ആ അവസ്ഥയിലേക്ക് മാറേണ്ടത്. എന്നാൽ നാളത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ ശരീരം അതേ പ്രതികരണമാണ് നൽകുന്നത്. ഈ സാങ്കല്പിക ഭയങ്ങൾ കാരണം നമ്മുടെ ശരീരത്തിലെ ജീവകാന്തം അഥവാ ലൈഫ് എനർജി വലിയ രീതിയിൽ നഷ്ടപ്പെടുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും ഗൗരവമായ വിഷയം. ഒരു മിനിറ്റ്. ഈ ജീവകാന്തം അഥവാ ബയോമാഗ്നറ്റിസം എന്ന ആശയം വളരെ കൗതുകകരമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടി നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിന്റെ കാര്യം തന്നെ എടുക്കാം. പറയൂ. നമ്മൾ ചിലപ്പോൾ ഫോൺ വെറുതെ ടേബിളിൽ വെച്ചിരിക്കാവും. സ്ക്രീൻ ഓഫാണ്. നമ്മൾ വിചാരിക്കും ഫോൺ വിശ്രമിക്കുകയാണെന്ന്. പക്ഷേ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ലൊക്കേഷൻ ട്രാക്കിംഗ് നടക്കുന്നു, മെയിലുകൾ സിങ്ക് ആകുന്നു, ആപ്പുകൾ അപ്ഡേറ്റ് ആകുന്നു. അതെ, ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ഈ ആപ്പുകൾ ഫോണിന്റെ ബാറ്ററി ചോർത്തിക്കൊണ്ടിരിക്കും. ഒടുവിൽ നമുക്ക് ശരിക്കും ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട കോൾ ചെയ്യാൻ ഫോൺ എടുക്കുമ്പോൾ അതിൽ ചാർജ് ഉണ്ടാകില്ല. ഇതുപോലെയാണോ ഈ സാങ്കല്പിക വലകളും ഉത്കണ്ഠയും നമ്മുടെ ജീവോർജത്തെ ഇല്ലാതാക്കുന്നത്? കൃത്യമായും. ഈ സ്മാർട്ട് ഫോൺ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് എന്ന ഉപമ ജീവകാന്തം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോ യാതൊരു പ്രൊഡക്റ്റീവായ റിസൾട്ടും ഇല്ലാതെ വെറുതെ ചിന്തിച്ച് നമ്മുടെ എനർജി മുഴുവൻ ഡ്രെയിൻ ആകുന്നു. അതെ, നമ്മൾ പുറമെ ശാന്തരായി ഇരിക്കുകയാണെങ്കിലും നമ്മുടെ തലച്ചോറിനുള്ളിൽ ഇല്ലാത്ത പ്രശ്നങ്ങളെ കുറിച്ചുള്ള കണക്ക് കൂട്ടലുകൾ നടക്കുകയാണ്. ഈ മാനസിക പ്രക്രിയകൾക്ക് പ്രവർത്തിക്കാൻ യഥാർത്ഥ ഗ്ലൂക്കോസും ഊർജവും ആവശ്യമാണ്. ആ ഊർജമാണ് ജീവകാന്തം. അപ്പൊ അതൊരു ശാരീരിക ഊർജം തന്നെയാണോ? തീർച്ചയായും. ഈ ജീവകാന്തം കുറയുന്നത് നമ്മെ ശാരീരികമായും മാനസികമായും തളർത്തുന്നു. നമ്മുടെ ജീവോർജം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിയാത്മകമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടതിന് പകരം ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഭയത്തിന് വേണ്ടി നമ്മൾ പാഴാക്കി കളയുകയാണ്. ഓരോ തവണ നമ്മൾ അനാവശ്യമായി ഉത്കണ്ഠപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിലെ ഈ വിലപ്പെട്ട കാന്തിക ഊർജം ചോർന്നു പോകുന്നു. അപ്പോ എപ്പോഴും ക്ഷീണം തോന്നാൻ കാരണം ഇതായിരിക്കുമല്ലേ? അതെ. ഒടുവിൽ ചെറിയൊരു ജലദോഷത്തെ പ്രതിരോധിക്കാനോ ദൈനംദിന കാര്യങ്ങൾ ഉത്സാഹത്തോടെ ചെയ്യാനോ നമുക്ക് കഴിയാതെ വരുന്നു. ശരീരം എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്നതായി നമുക്ക് തോന്നും. അപ്പോ ഇതിനുള്ള പരിഹാരം എന്താണ്? ആ ഫോണിലെ അനാവശ്യ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകൾ നമ്മൾ ഫോർസ് സ്റ്റോപ്പ് ചെയ്യുന്നത് പോലെ ഈ ഉത്കണ്ഠകളെ നമ്മൾ ബോധപൂർവം അവസാനിപ്പിക്കണമല്ലേ? അതെ, അങ്ങനെ ഫോർസ് സ്റ്റോപ്പ് ചെയ്യുക തന്നെ വേണം. ശരി, തിയറി എനിക്ക് മനസ്സിലായി. ബാക്ക്ഗ്രൗണ്ട് ആപ്പുകൾ ഫോർസ് സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ പ്രായോഗികമായി ഇത് എങ്ങനെ ചെയ്യും? ഉത്കണ്ഠ എന്നത് ഒരു സ്വിച്ച് ഇട്ടാൽ നിൽക്കുന്ന കാര്യമല്ലല്ലോ. അല്ല, ഒറ്റയടിക്ക് നിർത്താൻ കഴിയില്ല. അതെ. അപ്പോ ഓഫീസിലെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനെ ഫോർസ് സ്റ്റോപ്പ് ചെയ്യുക? അവിടെയാണ് നമ്മൾ ആദ്യം സംസാരിച്ച ആത്മപരിശോധന അഥവാ തർച്ചോദന ഒരു ടൂളായി മാറുന്നത്. ഉത്കണ്ഠ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. പകരം ആ ചിന്തയെ ഒരു എക്സ്റേ മെഷീനിലൂടെ എന്ന പോലെ പരിശോധിക്കുക. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാക്കാമോ? അതായത് സ്വയം ചോദിക്കുക, ഞാൻ ഇപ്പോൾ ഭയപ്പെടുന്ന കാര്യം സംഭവിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ഇതെന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണോ? നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണെങ്കിൽ അവിടെ ഉത്കണ്ഠയ്ക്കു പകരം പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അതെ, ആക്ഷൻ എടുക്കണം. ഇനി അത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല.
ഉദാഹരണത്തിന്, നാളത്തെ മീറ്റിംഗിൽ ബോസ് എന്ത് ചോദിക്കും എന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. ശരിയാണ്. എന്നാൽ അതിനുള്ള ഡേറ്റ കൃത്യമായി പഠിച്ചു വെക്കുക എന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഈ രീതിയിൽ ചിന്തകളെ വേർതിരിക്കുമ്പോൾ തന്നെ ആ സാങ്കല്പിക വല പൊട്ടിപ്പോകും. ഈ ഊർജ ചോർച്ച തടയാനാണ് ആത്മപരിശോധന ദിവസവും പരിശീലിക്കേണ്ടത്. ഓ, ഇത് ശരിക്കും വലിയൊരു തിരിച്ചറിവ് തന്നെയാണ്. ആത്മപരിശോധന എന്നത് വെറുമൊരു ആത്മീയ ചിന്ത മാത്രമല്ല, നമ്മുടെ മാനസിക ആരോഗ്യവും ഒപ്പം ശാരീരികമായ ഊർജവും നിലനിർത്താൻ അത്യന്താപേക്ഷിതമായ ഒരു പരിശീലനമാണ്. അതെ, അതൊരു ജീവിത ശൈലിയാകണം. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, ആദ്യം നമ്മൾ ചിന്തകളെ വിലയിരുത്തുന്നു, അതിലൂടെ അപ്രായോഗികമായ ആഗ്രഹങ്ങളെ നമ്മൾ നിയന്ത്രിക്കുന്നു. ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യബോധമുള്ളതാകുമ്പോൾ അവ തകരുന്ന അവസ്ഥ കുറയുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കോപം എന്ന ആ ഓവർ ക്ലോക്കിംഗ് ഇല്ലാതാകുന്നു. കോപവും ഒപ്പം ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ബാക്ക്ഗ്രൗണ്ട് ഉത്കണ്ഠകളും ഇല്ലാതാകുമ്പോൾ നമ്മുടെ ജീവോർജം, ആ ജീവകാന്തം നമ്മുടെ ഉള്ളിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്നു. വളരെ ശരിയാണ്. അപ്പോ നിങ്ങളിത് കേട്ടതുകൊണ്ട് മാത്രം തീരുന്നൊരു കാര്യമല്ല കേട്ടോ. ഇതൊരു നിരന്തരമായ പരിശീലനമാണ്. ദിവസവും നിങ്ങളുടെ ചിന്തകളോട് നിങ്ങൾ തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണിത്. തീർച്ചയായും. മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ വരദാനമാണ് നമ്മുടെ ചിന്താശേഷി. എന്നാൽ ആ ചിന്താശേഷിയെ നമ്മൾ തന്നെ നമുക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കുന്ന അവസ്ഥയാണ് ഇന്ന് പലരിലും ഉള്ളത്. അതെ അതെ, സ്വന്തം വാലിൽ കടിക്കുന്ന പോലെ. അതെ, കോപത്തിലൂടെയും ഉത്കണ്ഠയിലൂടെയും നമ്മൾ നമ്മെ തന്നെ നശിപ്പിക്കുന്നു. ഇത് മാറ്റിയെടുക്കാൻ ബോധപൂർവമായ ഒരു ഇടപെടൽ, നിരന്തരമായ ഒരു ആത്മപരിശോധന നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ആഗ്രഹങ്ങളെ കൃത്യമായി വിലയിരുത്തുക. കോപം വരുമ്പോൾ ആ പ്രതികരണത്തിനും പ്രകോപനത്തിനും ഇടയിൽ ചെറിയൊരു ഇടവേള നൽകുക. അതായത് ആ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന് പ്രവർത്തിക്കാൻ സമയം കൊടുക്കുക. കൃത്യം. ഒപ്പം സാങ്കല്പിക ഭയങ്ങളെ യുക്തി കൊണ്ട് നേരിടുക. ഇതെല്ലാം നമ്മുടെ ജീവകാന്തം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയകളാണ്. വളരെ കൃത്യം. ആ മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് എത്രത്തോളം പ്രായോഗികമാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളെ ഒരു ഇൻബോക്സ് പോലെ ഫിൽട്ടർ ചെയ്യുക. അതെ, കോപം വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം സിസ്റ്റം ഉരുകിപ്പോകുന്ന ആ ഓവർ ക്ലോക്കിംഗ് നിർത്തുക. അനീതിക്കെതിരെ പ്രതികരിക്കണം, എന്നാൽ അത് കോപത്തിന്റെ രൂപത്തിലാകരുത്, കൃത്യമായ യുക്തിയോടെ ആകണം. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ജീവോർജം ഊറ്റിക്കുടിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകൾ, ആ സാങ്കല്പിക വലകൾ കണ്ടെത്തി സ്റ്റോപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വലിയ മാറ്റം കാണാൻ സാധിക്കും. അതെ, നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷവും ഊർജവും ലഭിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോ ഇന്ന് നമ്മൾ നടത്തിയ ഈ ആഴത്തിലുള്ള വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാൻ പോന്ന ഒരു ചോദ്യം കൂടി ഞാൻ നൽകുകയാണ്. നമ്മുടെ ഉള്ളിലെ ഈ ജീവോർജം അല്ലെങ്കിൽ ജീവകാന്തം ഒരു ബാങ്ക് അക്കൗണ്ടിലെ പണം പോലെയാണെന്ന് സങ്കല്പിക്കുക. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ആ സാങ്കല്പിക വലയിലെ ഭയങ്ങൾക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ എത്ര വലിയ തുകയാണ് ആ അക്കൗണ്ടിൽ നിന്ന് ചെലവാക്കിയത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്തായ ഊർജം യാതൊരു ഉപകാരവുമില്ലാത്ത ചിന്തകൾക്കായി ധൂർത്തടിക്കുകയാണോ നിങ്ങൾ? നാളെയും ഈ അനാവശ്യ ചെലവ് ഇങ്ങനെ തന്നെ തുടരണോ? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. നിങ്ങൾ ഇതിനെക്കുറിച്ച് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു രസകരമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക, നിങ്ങളുടെ വിലപ്പെട്ട ഊർജം സംരക്ഷിക്കുക. ശുഭദിനം.